ഹായ് എവരിവൺ. നമ്മൾ ബ്ലഡ് ഷുഗർ ലെവൽ ചെക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മൾ മാക്സിമം മെയിനായിട്ട് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും പോസ്റ്റ് മീൽ ബ്ലഡ് ഷുഗറും അല്ലേ. അപ്പോൾ ഈ ബ്ലഡ് ഷുഗേഴ്സ് നമുക്കിപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നമുക്കൊരു 110ഉം പോസ്റ്റ് മീൽ ബ്ലഡ് ഷുഗർ നമുക്കൊരു 240ഉം വന്നെന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിലേക്കായിരിക്കും. അതായത് അത് കുറവാണല്ലോ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകാം എന്നുള്ളതായിരിക്കും നമ്മുടെ ചിന്തയിൽ വരിക. പക്ഷെ നമ്മളിവിടെ മിസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് നമുക്ക് എത്രമാത്രം ബേസ് ലൈൻ കൺട്രോൾ നമുക്ക് എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ്. അത് ഗ്ലൂക്കോസിനോടുള്ള കൺട്രോൾ നമ്മുടെ ബോഡിക്ക് എത്രമാത്രം ഉണ്ടെന്നുള്ളത് അറിയിക്കുന്ന ബ്ലഡ് ഷുഗർ ലെവലാണ് ഫാസ്റ്റിംഗ്. പോസ്റ്റ് മീൽ ബ്ലഡ് ഷുഗർ തുടരെ നമ്മുടെ ബ്ലഡിൽ ഹൈ ആയിട്ട് തന്നെ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്ലഡ് വെസൽസിനെ ഡാമേജ് ആക്കാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. പിന്നീട് അത് ഹാർട്ട് ഡിസീസിലേക്ക് എത്താം, പിന്നീട് മറ്റു പല കോംപ്ലിക്കേഷനിലേക്കും എത്തിച്ചേരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിനേക്കാളും കൂടുതൽ അപകടകരമായ രീതിയിൽ ഉള്ളത് നമുക്ക് പോസ്റ്റ് മീൽ ബ്ലഡ് ഷുഗറാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് 3 പ്രാക്ടിക്കൽ വഴികളാണ്. ഒന്നാമത് ഞാൻ മുമ്പ് പറയാറുള്ള പോലെ നമ്മൾ കഴിക്കുന്ന പാറ്റേൺ, അതായത് ആദ്യം നമ്മൾ സാലഡ്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് തോരനായിട്ടുള്ളത് നമ്മൾ ആദ്യം എടുക്കുക. രണ്ടാമത് ഓപ്ഷൻ പ്രോട്ടീൻ, അതായത് നമ്മൾ ചിക്കൻ, ഫിഷ് അല്ലെങ്കിൽ പയർവർഗ്ഗങ്ങൾ പോലെയുള്ളത്. മൂന്നാമതായിരിക്കണം നമ്മൾ കാർബോഹൈഡ്രേറ്റ് എടുക്കേണ്ടത്, ചോറ് പോലെയുള്ള അല്ലെങ്കിൽ ചപ്പാത്തി പോലെയുള്ള ഐറ്റംസ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ എല്ലാ പ്ലേറ്റിലും ഫോളോ ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. രണ്ടാമത് നമുക്ക് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് മാക്സിമം ഒഴിവാക്കി നിർത്താം. അതായത് മൈദ പോലെയുള്ളത്, പൊറോട്ട, അതുപോലെ തന്നെ വൈറ്റ് ബ്രെഡ് പോലെയുള്ളതെല്ലാം നമ്മൾ മാക്സിമം ഒഴിവാക്കി നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത് നമ്മൾ ലഞ്ചിനും ഡിന്നറിനും ശേഷം നിർബന്ധമായിട്ടും ഒരു വാക്കിന് പോകുന്നത് നല്ലതായിരിക്കും. മിനിമം ഒരു 10 മിനിറ്റ് വാക്ക് നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ഡെയിലി റൂട്ടീനിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു വിധത്തിലും നമുക്കൊരു ഈ പോസ്റ്റ് മീൽ ഷുഗറിനെ കൺട്രോളിലേക്ക് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് മറ്റ് കോംപ്ലിക്കേഷനിലേക്ക് എത്താതിരിക്കാനായിട്ടും നമ്മളെ ഒത്തിരി അധികം സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ടിപ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ.